ഇത് ഞാൻ സ്കൂൾ തുറക്കുന്ന സമയത്ത് എടുത്തു വെച്ചിരുന്ന ഒരു വീഡിയോ ആയിരുന്നു കേട്ടോ. പക്ഷേ ഇപ്പോഴാണ് എഡിറ്റ് ചെയ്തിടാനൊക്കെ ഇത് നേരായതെന്ന് പറയാം. ബുക്ക് പൊതിയുന്ന രീതി ഞാൻ കുറച്ച് എന്താ പറയുക റീൽസിലും ഷോർട്സിലൊക്കെ ആയിട്ട് കണ്ടട്ടോ. അപ്പോൾ പുതിയതായിട്ട് ഇങ്ങനെ പുതിയ രീതിയിൽ അങ്ങനെ ചെയ്യുന്നവരുണ്ടായിരുന്നിരിക്കാം. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്ന് കരുതി ഞാൻ ചെയ്തൊരു വീഡിയോ ആയിരുന്നു കേട്ടോ അത്. അപ്പോൾ അത് വർക്കിംഗ് ആണ് കേട്ടോ. അതായത് എല്ലാ പേജസും ഉയർത്തിയിട്ട് അതിൻ്റെ അട്ടിത്താളിലേക്ക് ഇങ്ങനെ 2 സൈഡ് മടക്കി വച്ചിട്ട് ബുക്ക് മടക്കുന്ന രീതി കുറേ വീഡിയോസിൽ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. അപ്പോൾ എനിക്കതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്ന് തോന്നി കേട്ടോ. പിന്നെ ഞാൻ പഴയ രീതിയിൽ എങ്ങനെയായിരുന്നു ബുക്ക് പൊതിയുന്നത് എന്നുള്ളൊരു വീഡിയോയും കൂടെ ഇതിലുണ്ട് കേട്ടോ. പണ്ട് A4 ഷീറ്റ്സ് ബൾക്കായിട്ട് കിട്ടുന്ന ആ ഒരു ചട്ടയില്ലേ, അത് വെച്ചിട്ടൊക്കെ ബുക്ക് പൊതി കേട്ടോ. നല്ല രസമായിരുന്നു കേട്ടോ അത് കാണാനായിട്ട്. ഇതിപ്പോൾ എന്താ പറയുക, ഇതാണ് ഒരു രീതി കേട്ടോ. ഞാൻ ഇങ്ങനെ വീഡിയോയിൽ പറഞ്ഞ രീതി. പിന്നെ ഒരു രീതി വീഡിയോയുടെ ലാസ്റ്റ് കാണിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരു നൊസ്റ്റാൾജി ആയിരിക്കില്ലേ ഈ കുഞ്ഞുങ്ങൾക്ക് ബുക്ക് പൊതിഞ്ഞ സമയത്തൊക്കെ. നമ്മൾ പാരൻസിനൊക്കെ നമ്മുടെ സ്കൂളിൽ പോയ സമയവും അതുപോലെ തന്നെ എന്താ പറയുക ഈ ഒരു ചട്ടയൊക്കെ കുറച്ച് നാളത്തേക്ക് ഉള്ള കേട്ടോ. അത് വേറെ കാര്യം. ഇവരുടെ UKGയിലെ ബുക്കൊക്കെ 2-3 മാസം ഓടി കഴിഞ്ഞപ്പോൾ പിന്നെ ചട്ടയും താളൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് പറയാം. താളുണ്ടായിരുന്നു, പക്ഷേ ചട്ട കുറേയൊക്കെ പോവും. സ്റ്റിക്കറിൻ്റെ ഭംഗി നോക്കി അതിൽ കിള്ളി മാന്തി പിന്നെ കുറേ നേരം കഴിഞ്ഞ് കഴിയുമ്പോൾ അതിൻ്റെ ലെയറൊക്കെ പോവും. ഒരു പ്ലാസ്റ്റിക് ലെയറുള്ളതൊക്കെ ആദ്യം പോകും, പിന്നാലെ ചട്ടയും പോകും, പിന്നെയും പൊതിയും. അങ്ങനെയാണ് ഈ ഒരു പ്രോസസ്സ് പോയിക്കൊണ്ടിരിക്കുന്നത്. അനുഭവസ്ഥർ കുറേ പേരുണ്ടാവും. അപ്പോൾ ജസ്റ്റ് ഇതൊന്ന് കാണിക്കാൻ വേണ്ടിയായിരുന്നു കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞ 2ാമത്തെ രീതി കേട്ടോ. വേറെയും ഉണ്ട്, പല സ്റ്റൈലുകളിൽ ബുക്ക് പൊതിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഞാൻ ആദ്യം കാണിച്ച രീതി എനിക്ക് നല്ല അധികം വേസ്റ്റേജ് ഇല്ല കേട്ടോ. വേസ്റ്റേജേ ഇല്ല. അതിങ്ങനെ നല്ല രീതിയിൽ ഫോൾഡ് ചെയ്തിട്ട് നന്നായിട്ട് ബുക്ക് പൊതിയാൻ പറ്റും കേട്ടോ. താങ്ക് യു.